അങ്ങനെ യു കെയിലുള്ള കാഴ്ചകളെല്ലാം കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, ശരിക്കും എനിക്ക് സുഖയിലാണ് 5 ദിവസം പോയതുകൊണ്ട് ട്രിപ്പ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ദുബൈയിലേക്ക് പോവുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യു കെയിൽ നിന്ന് ദുബൈയിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്. കാരണം ദുബൈയിൽ നമുക്ക് എൻട്രൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുപോലെ യു കെയിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ എൻ്റെ വായിക്കണ്ടോ, അത് മരുന്നാണ്. കാരണം എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചുമക്കുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് ഓടും, അപ്പോൾ യാത്ര വരെ മുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു സാധനം വായിലിട്ടില്ല കേട്ടോ. വേറെ കാര്യം കൂടി ഉണ്ട്, കാരണം അറിയാലോ ഉക്രൈനിൽ നമ്മൾ ട്രിപ്പ് പോയപ്പം ഷജാസും അതുപോലെ പിന്നെ ജോബിനും ഷാബൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഷജാസാണ് ശരിക്കും 10-15 ദിവസത്തോളം എന്നെ എല്ലാവിധ ഹെൽപ്പും ചെയ്തിട്ട് എന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഷജാസിന് ഞാൻ അവിടെ നിന്ന് എൻ്റെ ക്യാമറ മൂപ്പര് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇതന്നെ. അപ്പം ഇതാണ് സംഭവം. കാരണം അന്ന് അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം നമുക്ക്. ഒരിക്കലും പൈസ ഒന്നും കൊടുത്ത് അവൻ വാങ്ങുമെന്ന് എനിക്കറിയാം. സെയിം യു കെയിൽ ഇപ്പോൾ സെയിമാണ് സംഭവിച്ചത്. ആ ഒരു ഉക്രൈന് ശേഷം യു കെയിലാണ് എനിക്ക് അടുത്ത ഒരാൾ എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തത്. നമ്മുടെ റോഷൻ ബ്രോ ആണ്. ഇപ്പം മൂപ്പര് ഉള്ളിലുണ്ട്, ക്യാമറേൻ്റെ പുറകിലുള്ളത് രാഹുലാണ്. അപ്പം ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ GoPro Hero 9 ഉണ്ട് കേട്ടോ. ഈ ഒരു ക്യാമറയിലാണ് ഞാൻ ഈ ഒരു യു കെയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഏതായാലും എയർപോർട്ടിൽ വെച്ചിട്ട് പോകുന്നതിന് മുമ്പ് മൂപ്പർക്ക് സർപ്രൈസായിട്ട് ഈ ഒരു ക്യാമറ കൊടുക്കാൻ പോകും. ഇതിന് പൈസ ഒന്നുമല്ല, പക്ഷേ ഈ യു കെയിലുള്ള വിഷ്വൽസ് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടതാണ് ക്യാമറ വഴിയാണ്. അപ്പോൾ ഇവിടെ അതിനൊക്കെ എന്നെ സഹായിച്ച മൂപ്പർക്ക് എന്തെങ്കിലും ഒരു സൂവിനീർ, എന്തെങ്കിലും ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണ്ടേ. ഇവനിക്ക് എന്തായാലും ഞാൻ പൈസ ഒന്നും കൊടുത്താൽ വാങ്ങൂല, പൈസ കൊടുക്കാനും പാടില്ല. കാരണം അങ്ങനെ കൊടുത്താൽ നമ്മൾ അവരെ മോശമാക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് അതിൽ എയർപോർട്ടിൽ വിടാം. ടാറ്റ പറയുന്ന സമയത്ത് അവിടെ സംഭവിച്ച പോലെ തന്നെ നമുക്ക് മൂപ്പർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാമറ ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകും. ഓക്കെ, സംസാരിക്കുമ്പം ബ്രേക്ക് വരുന്നുണ്ട്, കാരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, പ്രശ്നമാണ്. എല്ലാവരും ഒന്ന് എന്താ പറയുക, സോറി, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പോകുമ്പം എന്നെ ടാറ്റയാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ് ഗേൾസ്, സംസാരിക്കേ. അപ്പോൾ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ യു കെയിലുള്ളവർ തന്നെ നിങ്ങൾ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ അപ്പൊ ചെറിയൊരു സമയം ഉണ്ടായിരുന്നില്ലെങ്കിലും അത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ അന്നും കണ്ടിട്ട് ഇന്നും കാണാൻ പറ്റി, ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി, ഒരുപാട് നമ്മൾ ഒരുമിച്ച് നിന്ന് കുശലം പറഞ്ഞു, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. I'm really happy for that. Thank you. രാഹുൽ എന്താ പറയല്ലേ? എന്താ പറയാ, നല്ല നിമിഷങ്ങൾ കിട്ടി, പക്ഷേ ട്രിപ്പ് കൂടെ പോകാൻ പറ്റിയില്ല, അത്ര വിഷമം മാത്രം. അടുത്ത ട്രിപ്പ് നമുക്ക് ഒന്നിച്ചാക്കാം. തീർച്ചയായിട്ടും ഒരുപാട് നല്ല നിമിഷങ്ങൾ കിട്ടി. നമ്മളെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് മല്ലുവിനെ കിട്ടി, വളരെ താങ്ക്സ്. പിന്നെ വേറെ ബ്രോ ഒന്ന് പറ, എന്ത് എന്നോടാണോ? ആ, ഞാൻ എന്ത് പറയാനാ, എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, എനിക്ക് പാട്ട് ആരെ പാട്ട് പാടുന്ന പാടിക്കോ. ചിരിയുടെ വെൺപ്രാവുകൾ ഇരുളടയുകയാണോ, മിഴിയുടെ വെൺകൂടുകൾ വിധിയിലെരി വേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി പതിയെ തനിയെ. We miss you, Mallu. അയ്യോ, പോകണ്ട, ഇടത്തരം കൂടിയാലോ, അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഏതായാലും ഞാനും അതുപോലെ നമ്മുടെ റോഷൻ ബ്രോ രാഹുൽ, നമ്മൾ 3 പേരാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇവരൊന്നും വരുന്നില്ല. ഹാപ്പി എല്ലാവരും? അപ്പം ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം കേട്ടോ. ഉഷാറായിട്ട് നിൽക്ക്, അഴിച്ചു വിളിക്ക്, ഹാപ്പി ആയിട്ട് നിൽക്ക്. ഓക്കെ ഗൈസ്, കയറിക്കോളൂ. ഓ, അങ്ങനെ നമ്മുടെ വണ്ടിയിലെ ലാസ്റ്റ് ട്രിപ്പാണ്. വണ്ടി അതിൽ മിസ് ചെയ്യും കേട്ടോ. ഓക്കെ ഡി, ഒരാൾ ഇടിയുണ്ട്. ബായ്. ഓക്കെ മൊത്തേ പോട്ടെ. ഹരി 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 ഹരി. ആ, കരഞ്ഞോ? കരയുന്ന ഒരാളിടില്ലേ? ക്രൈ മാൻ, ക്രൈ. ഓക്കെ. അതുപോലെ പാട്ടില്ലേ, ശരിക്കും ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്ലിപ്പിങ്ങൊക്കെ ഇവിടെ കാണിച്ചു തരാം.
യാത്രയായി സൂര്യ ഏകയായി സാരമില്ല, ഞങ്ങളെ ഇനിയും കാണാട്ടോ. എന്നെ മറക്കൂ? ഇല്ല, മറക്കില്ല. ഇത് കണ്ടു, ഇത് കോവൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ആണ്. അവരങ്ങനെ ഞാൻ അവിടുന്ന് പോകുമ്പം ഒരു പാട്ടാണ്. ഒരുപാട് നന്ദി എല്ലാവരും. ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി. നമ്മളിവിടെ എത്തി. എയർപോർട്ടിലുള്ളത് ടെർമിനൽ 2-ലാണ്. ടെർമിനൽ 2-ലെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലുള്ളത്. അവർ വണ്ടിയെടുത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് എമിറേറ്റ്സിലാണ് പോകുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിപ്പോൾ ദുബൈയിലേക്ക് പോകുന്നത്. അപ്പോൾ സാധാ ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കോവിഡ് ടെസ്റ്റൊക്കെ ഒരുപാട് തലവേദന കൊടുക്കേണ്ടി വരും. എമിറേറ്റ്സ് ആകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും. കാരണം ഇവിടെ പോകുന്ന സ്റ്റാൻഡേർഡ് എയർലൈൻസാണ്, അവരുടെ തന്നെ എയർലൈൻസാണ്. അപ്പോൾ എമിറേറ്റ്സിന് തന്നെ ടെർമിനലിൽ ഇറങ്ങാനും പറ്റും. ഒരുപാട് ഹെൽപ്പാണ്. സമയം ഇപ്പം 5:45 8:30 മണിക്കാണ് ഫ്ലൈറ്റ്. എപ്പോഴും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പം കുറച്ച് മുന്നേ നമ്മൾ ഇറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പണിയാവും. അതാണ് ഞാൻ 2-2.5 മണിക്കൂർ മുമ്പൊക്കെ ഇറങ്ങിയത്. സോ റോഷൻ ബ്രോ ഇവിടെ ഉണ്ട്. വാടാ ഇറങ്ങി വാ. ഓക്കെ, വെൽക്കം. Long way. Are you sure? Yeah, we have a big space. You can come. Back up, bro. Okay, that's fine. Yeah. Thank you. Where is Akado? Nigeria. Wow. And you filming? Yeah. Yeah, he's a world traveler. Okay. Oh, yeah. You want to say hi? Yeah, hi. Hello. You sure? Oh, yeah. This is for here. Thank you. Bye. I see you. Yeah. Heaven. Thank you. Bye. ഓക്കെ, നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് എൻട്രൻസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതാണ് ടെർമിനൽ 2 ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതെന്താ സാധനം? ടൈറ്റാനിക്കാ? അല്ല, ടൈറ്റാനിക് പോലെ തോന്നില്ല. ഒരു സാധനം ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെർമിനൽ ഉൾവശം എന്ന് പറയുന്നത്. ടെർമിനൽ 2-ലേക്ക് എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാസഞ്ചേഴ്സിന് മാത്രം അലൗഡ് ഇല്ല കേട്ടോ. എല്ലാ രാജ്ഞിൻ്റെ തന്നെ ഇവിടുത്തെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാസഞ്ചേഴ്സിന് മാത്രം അലൗഡ് ഇല്ല. ഇവിടെ കണ്ടു നിങ്ങൾക്ക്, ഇവിടെയൊക്കെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് സ്ട്രെയിറ്റാണ് പോകുന്നത്. ഏലോട്ട് നമ്മൾ ടിക്കറ്റ് വരുന്നത്. രാഹുൽ ബ്രോ അതേ ട്രോളി തള്ളിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അതെ, നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പം ബോർഡിംഗ് പാസ് എടുത്തു. ഇവിടെ കോവിഡ് ടെസ്റ്റ് നമ്മൾ പേപ്പർ തന്നെ എടുക്കണം. കോവിഡ് ടെസ്റ്റ് എടുത്തത് കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് ടെസ്റ്റ് സെൻറ്ററിൽ പോയി എടുത്തത്. പ്രൈവറ്റ് ക്ലിനിക്കാണ്. സാധാരണ നമ്മൾ ബൂട്ട്സ് എടുക്കില്ല, പക്ഷേ ബൂട്ട്സ് എന്ന് പറയും 48 hours ഒക്കെ ആവുമെന്ന് പറയും. അപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കൺസെപ്റ്റോ ക്ലിനിക്ക് അങ്ങനെ ക്ലിനിക്ക്, ആ ക്ലിനിക്കിൽ നിന്നാണ് കോവിഡ് ടെസ്റ്റ് എടുത്തത്. അതിന് 160 പൗണ്ട്. നാട്ടിലത്തെ 16,000 രൂപയാണ് ഒരു കോവിഡ് ടെസ്റ്റ്. മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ 1,300 രൂപേൻ്റെ കോവിഡ് ടെസ്റ്റ് 500 ആക്കാൻ വേണ്ടിയൊക്കെ പറയുന്നില്ലേ. ഇവിടെ 16,000 രൂപയാണ് ഒരു RT-PCR ടെസ്റ്റിന് അവർ റേറ്റ് ചെയ്യുന്നത്. ഭയങ്കര കൂടുതലാണ്, ശരിക്കും വളരെ കൂടുതലാട്ടോ. അപ്പം അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ബോർഡിംഗ് പാസ് കിട്ടി, എമിറേറ്റ്സിൻ്റെയാണ്. നമുക്കിവിടെ ക്യാമറ നമുക്ക് ഫ്രണ്ട് സൈഡ് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എയർപോർട്ടാണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, പണി കിട്ടണ്ടല്ലോ. സോ നമ്മുടെ ബ്രോസ് 2 പേരുണ്ട്. ഇതെന്താ സംഭവം? നിൻ്റെ ബാഗ് എന്തത്? അത് വേറെ ഒന്നുമല്ല, ഒരു പെങ്കൊച്ചിന് ഫ്ലൈറ്റ് 1/2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഈ ബാഗ് എക്സ്ട്രാ ആയി പോയി. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലേറ്റാണ്. അപ്പോൾ നമ്മളൊരു മനുഷ്യത്തിൻ്റെ ഒരു അപ്പോൾ ഞാൻ ചെറിയ സംശയം, ഈ മനുഷ്യത്വം കാണിക്കുന്നതിനകത്ത് ചിലപ്പം എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിലോ? ഞാൻ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? മനുഷ്യത്വം കാണിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് ഇട്ടേച്ച് ഓടി. അവർക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ അവൾ നിങ്ങൾക്ക് തന്നിട്ട് പോകും. ഇനിയിപ്പോൾ തുറക്കണ്ട വേണ്ട. ഇനി എവിടെയെങ്കിലും സൈഡാക്കി വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്നത്, വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡാക്കി അവിടെ ഇരിക്കുമോ? എന്താടാ എൻ്റെ ബോസ് എന്തേ? അപ്പോൾ നീ നമ്മുടെ രാശി വന്നിട്ടുണ്ട്. ബോസ്, എൻ്റെ മൈൻഡിൽ എന്താ വെച്ചെങ്കിൽ 8 മണിക്ക് എയർപോർട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു മൈൻഡിലെല്ലാം മൈൻഡ് സെറ്റിൽ സെറ്റ് ആക്കിയിട്ട് ലണ്ടൻ അതിലെല്ലാം കറങ്ങിക്കൊണ്ട് പെട്ടെന്നാണ് റോഷൻ ബ്രോ പറയുന്നത് വരുന്നില്ലേ. 8 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന സമയമല്ലേ? ഉപ്പാൻ്റെ ഫ്ലൈറ്റ് ഓടി കയറുന്നല്ലോ ട്രെയിനൊക്കെ. നീ മാസ്കില്ല? എനിക്ക് വേണ്ടത് അൽറാഷി. അതെന്താ? ഞാൻ ചാനലോട് അൽറാഷി എന്ത് പറഞ്ഞിട്ട് ഫ്രണ്ട് അവനൊക്കെ അറിയാം. എങ്ങോട്ടേക്ക് ഇപ്പം? നേരെ ദുബായിലേക്ക് വന്നിട്ടെല്ലാം കാണാം. രാഹുൽ ഇങ്ങോട്ട് അങ്ങനെ കൂടെ വിളിച്ചോണ്ട് നോക്കിയാൽ
കുറച്ച് അടുത്തുണ്ട് വിളിച്ചും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് എല്ലാവരോടും ചാറ്റ പറഞ്ഞാലോ? എല്ലാവരോടും വാ. അപ്പോൾ ഞാനതിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റക്കാണ് പോകുന്നത്. ഇവരോടൊക്കെ ചാറ്റ പറയുകയാണ്. വേറെ എന്താ പറയുക, റാഷി മോൻ്റെ ജീവിതം കുറച്ച് മാറിയല്ല, മെല്ലെ മാറി. ഇപ്പം ഞാൻ മോൻ. ഇവിടെ ആക്ച്വലി ഒരുപാട് ആൾക്കാരുടെ ജീവിതം ചെറുങ്ങനെ മാറ്റാൻ എനിക്ക് UK ട്രിപ്പ് കൊണ്ട് പറ്റിയിട്ടുണ്ട്. UK ജീവിക്കുന്നത് പലർക്കും 300 സബ്സ്ക്രൈബേഴ്സ് അൽറോയിൽ ഇപ്പോൾ 7000 കഴിഞ്ഞു. പിന്നെ ഒരുപാട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈഫിൽ ചെറിയൊരു ടേണിംഗ് പോയിന്റ് മാറ്റാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. റാഷിക്ക് ഒരു ദിവസം കൊണ്ട് 5K. എനിക്ക് 23K വ്യൂസ് കിട്ടി. ഓന് 1 ലക്ഷം അടിക്കുന്നു. എല്ലാവരും ഓനെ സപ്പോർട്ട് ചെയ്യണം. 1 ലക്ഷം അടിക്കുന്നതായിരുന്നു. അൽ റാഷി. വേറെ എന്താ പറയുക? അപ്പം ഒരു സെക്കൻഡ്, നേരത്തെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത് ഇൻട്രോയിൽ? ഓക്കെ ഫൈൻ. അപ്പം റോഷൻ ബ്രോ, പിന്നെ സംഭവം ഒരുപാട് നന്ദി. എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഒന്നും ചെയ്യണ്ട, നമ്മളെപ്പോഴും ഒരു ബ്രദറിനെ പോലെ. അങ്ങല്ല, എന്നാലും എൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ചെറിയൊരു ഗിഫ്റ്റാണ്. താങ്ക് യു. ഞാൻ കുറച്ചായിട്ട് ഇത് ഓപ്പണായി കുഴപ്പമൊന്നുമില്ല. ഓപ്പണാക്കി കാണിച്ചു കൊടുത്തോ? എൻ്റെ ഫോളോവേഴ്സ് അറിയാം എന്താണെന്നല്ലേ. GoPro എന്താ പറയുക, എൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും താങ്ക് യു ബ്രോ. നടക്കട്ടോ. എൻ്റെ ഫോളോവേഴ്സ് ലണ്ടൻ കണ്ടത് ഈ ക്യാമറയിലെ കൂടിയോ, ഇനി അങ്ങോട്ടേക്കും ലണ്ടൻ ഈ ക്യാമറയിലെ കൂടി തന്നെ നിൻ്റെ കയ്യിലെ കൂടി കാണട്ടെ. കാരണം റോഷൻ ബ്ലോഗ് അടുത്ത റോഷൻ ബ്ലോഗ് കേട്ടോ. കാരണം ഞാനെന്തായാലും ഉക്രൈന് ഞാനിങ്ങനെ ശരാശരി കൊടുത്തിരുന്നു. നമുക്ക് എന്തായാലും പൈസ നൽകി വാങ്ങുന്നതാണ്. അപ്പം അതിന് നല്ലത് നമ്മൾ ഓർമ്മയ്ക്ക് നമുക്ക് തരുന്നത്. വീഡിയോ എടുക്കടാ. ഓനങ്ങനെ കേട്ടോ, ഓൻ എല്ലാ മൊമെന്റ്സും ഇങ്ങനെ വീഡിയോ വാർത്തിടും. ഗേന്ന് പറയും കേട്ടോ. നന്ദി. ഉഷാറാകട്ടെ. മാസ്ക് ഒട്ടിച്ച് അടുത്ത മാസ്ക് ഇട്ടിട്ട് എനിക്കും നോക്കണം. രണ്ടൊക്കെ ഒരുമിച്ച് വെക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് പോകാമല്ലോ. ഇവിടുന്ന് നേരെ ഞാൻ എൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എനിക്ക് എമിഗ്രേഷൻ ഉണ്ട്, അതുപോലെ പിന്നെ ഒരുപാട് ചെക്കിങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ സോണിൽ എത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. കാരണം എമിഗ്രേഷൻ കൗണ്ടറിൽ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. UK ആണ്, അഫ്കോഴ്സ് ഒരുപാട് ചൊറയുണ്ട്. ഇവരിപ്പോഴും ക്യാമറ എടുത്ത് കളിക്കുമ്പോഴൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞാണ്. ബ്രോ 1 സെക്കൻഡ്. താങ്ക് യു സോ മച്ച്. എടാ ബ്രോ സാറാ കേട്ടോ. ഞാൻ വലിയ ആളായിട്ട് എന്നെ മറക്കാൻ പാടില്ല. നീ വലിയ ആളായിട്ട് ഞാനിങ്ങനെ എന്നെ വിട്ടോ. രാഹുൽ മറന്നു. ക്യാമറ പറഞ്ഞ രാഹുലാണ്. രാഹുൽ ശരിക്കും ഇവിടെ വന്നാൽ മുതൽ എൻ്റെ ഫസ്റ്റ് കോവിഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് രാഹുലാണ്. നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് രാഹുലാണ് എൻ്റെ കോൺടാക്ട് ചെയ്തത്. അവർ ധൈര്യത്തിലാണ് വന്നത്. അതായിരുന്നു ഞാൻ കൈവിട്ടില്ല. രാഹുലിന് ചെറിയൊരു ചാനലുണ്ട്, ലണ്ടൻ ലൈഫ് വ്ലോഗ് എന്ന് പറഞ്ഞ ലണ്ടൻ ലൈഫ് വ്ലോഗ്. അത്യാവശ്യം ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ടാഗ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷെ റോഷനൊക്കെ കയറാം. റോഷനൊക്കെ ടാഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മനസ്സുപുത്ത് ഇവൻ ടാഗ് ചെയ്യുന്നത്. റാഷി എന്നെ ടാഗ് ചെയ്യുന്നത്. ഞാൻ ടാഗ് ചെയ്തതായിരിക്കും. ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇവന്റെ സ്റ്റാറ്റസിൽ എന്നെ ടാഗ് ചെയ്തതായിരിക്കും. അതുമാതിരി ഇക്കനെ കാണാൻ പറ്റി. ഇക്ക പോവാണ്. അപ്പൊ ഇനി എന്നെ കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉറപ്പായിട്ട് വിളിക്കില്ല. ഞാൻ ദുബായിലേക്ക് വരുന്നുണ്ട്. പറഞ്ഞു ദുബായ് വഴി. അപ്പൊ ഞാൻ ദുബായിലേക്ക് വരുന്നുണ്ട്. നീ വന്നോ? അവിടെ അല്ല നമുക്ക് സെറ്റ് ദുബായിക്ക് പോന്നിയാ? ദുബായിക്ക് തന്നെയല്ലേ പോകുന്നത്? അല്ല, ഞാൻ ദുബായിക്ക് നേരെ ദുബായിക്കടാ. നേരെ അവിടെ സ്റ്റോപ്പൊന്നുമില്ല. അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ വരായിരുന്നു. കുഴപ്പമില്ല. അപ്പം എന്താ പറയുക, നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് ഇനി നിങ്ങളെ കാണാൻ പോകുന്ന അവിടുത്തെ ഫ്രീ സോൺ ഏരിയ. എമിഗ്രേഷനുള്ളൊരു മണ്ണാങ്കട്ടിയില്ല കേട്ടോ. കാരണം നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് അവർ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഈ രാജ്യത്തേക്ക് കടക്കാൻ മാത്രമേ തരവേനുള്ളൂ. ഈ രാജ്യം വിട്ട് പുറത്തു പോകാൻ വളരെ ഈസിയാണ്. പിന്നെ ഹീത്രൂ എന്ന് പറയുന്നത് ലണ്ടനിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പട്ടിക്കുട്ടി ഇല്ലാത്ത അവസ്ഥയാണ്. ഫുള്ള് കാലിയുണ്ട്, ബാക്കിലും കണ്ടു ഫുള്ള് കാലിയാണ്. B47 എൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ദൂരം നടക്കാറുണ്ട്. 15 മിനിറ്റ് നടക്കാനെന്നാണ് അവിടെ കണ്ടത് റീച്ച് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സമയം ഇപ്പം 7:15. 8:15 ഫ്ലൈറ്റ്. 1 hour ഉണ്ട്. അങ്ങനെ നടന്ന് പണ്ടാറടങ്ങി ഗേറ്റിലെത്തി. ഇതൊരു വലിയ എയർപോർട്ടാണ്. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ്.
ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ്. യൂട്യൂബിൽ ഇവരുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇവിടെ ഇറങ്ങുന്ന ഫ്ലൈറ്റ് യാത്രക്കാരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇവിടുത്തെ കള്ളന്മാരെ പിടിക്കുന്നതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ എപ്പോഴും ഞാൻ ആ വീഡിയോ ഇങ്ങനെ ഓർമ്മിക്കാറുണ്ട്. ഐ ആം സോ ഹാപ്പി. ബ്രിട്ടനിൽ പറക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്കും എത്തിക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ റോഷന് കൊടുത്ത ക്യാമറ എന്ന് പറയുമ്പം ഒരു സ്നേഹ സമ്മാനമാണ്. കാരണം എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കേട്ടോ. നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇത് എവിടെയുണ്ട്, അവിടുന്ന് ഫുള്ള് പിന്നെ ബോർഡ് ചെയ്യുന്നുണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ബോർഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി 1 മണിക്കൂർ കൊണ്ട് മാത്രമേ വെയിറ്റിംഗ് ഉള്ളൂ. പുറകിൽ നിങ്ങൾ കണ്ടോ, ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഒരുപക്ഷെ ടൈം ആകാത്തതുകൊണ്ടായിരിക്കും. ടൈം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വായിലുള്ളത് സ്റ്റെപ്സിൽസാണ്. ഇടയ്ക്കിടയ്ക്ക് നുണച്ചുകൊണ്ടിരിക്കുന്നത് പേടിയാണ്. ചുമക്കോ അതിൽ പേടി ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ നുണച്ചുകൊണ്ടിരിക്കും. അതൊരു വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. പിന്നെ ഇവിടെ പാസ്പോർട്ടിൽ സീലൊന്നും അടിച്ചിട്ടില്ല, എക്സിറ്റ് സീലൊന്നും ഇവിടെ അടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ബ്രിട്ടനിൽ എപ്പോഴാണ് എക്സിറ്റ് ആയതെന്ന് അറിയണമെങ്കിൽ മിക്കവാറും ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് സേവ് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. അതേ ഉള്ളൂ ഓപ്ഷൻ, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ സമയം 8 മണിയായി. അങ്ങനെ ഇത് ബോർഡിംഗ് ആരംഭിച്ച് എൻ്റെ പുറകെ കണ്ടോ വലിയ ക്യൂ ഉണ്ട്. നിങ്ങൾ ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തുള്ളവർ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് എല്ലാ ക്യൂവും കഴിഞ്ഞ് ലാസ്റ്റ് കയറുന്നുള്ളൂ. പിന്നെ ഇത് ഏകദേശം ഒരു 7 മണിക്കൂറത്തെ ഫ്ലൈ ഉണ്ട്, 7.5 മണിക്കൂറിനടുത്ത് ഫ്ലൈ ഉണ്ട് ഹീത്രോന്ന് ദുബായിലേക്ക്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെ ആയിപ്പോൾ കേട്ടോ. എന്തും ഞാൻ ക്ഷമിക്കും, ഞാൻ ഇരിക്കാൻ റെഡിയാണ്, എന്തും ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ചുമക്കാൻ മാത്രം റെഡിയല്ല. ഒരുപക്ഷെ ഞാൻ ചുമച്ചാൽ എൻ്റെ ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഓടിപ്പോകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്. അവിടെ ബോർഡിങ് ക്ലിയർ ആയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ നാട്ടിലത്തെ എയർലൈൻസൊക്കെ ആണെങ്കിൽ ഇപ്പം ഫേസ് ഷീൽഡ്, ഫേസ് മാസ്ക്, എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ വരാൻ വരെ അവർ ബോഡി മൊത്തം മറ്റേ PP കിറ്റും കാര്യങ്ങളൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. പുറത്തൊരു ഷാമ്പൂ പോലത്തൊരു പാക്കറ്റിൽ ഹാൻഡ് വാഷൊക്കെ തരും. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കൂളായിട്ട് നമുക്കൊരു സിംഗിൾ മാസ്ക് ഉണ്ട്. നമ്മൾ ഇട്ട് വന്ന മാസ്ക് ഇട്ടാൻ കഴിഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ സീറ്റ് 85. ഇത് വന്ന വഴിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ സോൺ സിയിലാണ്. സോൺ A ഉണ്ട്, B ഉണ്ട്, സിയിലാണുള്ളത്. പിന്നെ ഇവിടെ ബാക്കിലൊന്നും ആരുമില്ല, ഫുള്ള് കാലിയാണ്. ഞാൻ ചോദിച്ച് മേടിച്ചിട്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നുണ്ട്. ചുമച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ചോദിച്ച് വാങ്ങിയതാണ്. കയറിയിരിക്കാം. ഇങ്ങോട്ട് വന്നത് ബ്രിട്ടീഷ് എയർവേസിലാണ്. ഇപ്പോൾ നോക്കി അതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ചാർജൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, സ്പോട്ട് ഉണ്ട്. അതുപോലെ പിന്നെ USB വഴി ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ മൂവീസ് ഉണ്ട്, കുറച്ചിനെ കാണിച്ചിടാം. റിമോട്ട് ആക്സസ് ഉണ്ട്, പ്രസ് കഴിഞ്ഞാൽ റിമോട്ട് കയ്യിലിങ്ങ് വരും, എടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇരിക്കാൻ അങ്ങനെ ബെഡ് ലെഗ് സ്പേസ് ഉണ്ടോ. സാധാരണ ഫ്ലൈറ്റ് തടുന്ന നല്ല കാല് മുട്ടുന്ന കേസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതും വളരെ ലോയലായിട്ട് നോക്കി നിങ്ങൾ ഈ ഒരു ലൈൻ ഉണ്ടോ, നല്ല വുഡൻ ഫ്രെയിമിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ. മൊത്തത്തിൽ അടിപൊളി കേട്ടോ. പാസഞ്ചേഴ്സ് ഒന്നും ഇല്ല, ഫുള്ള് കാലിയാണ്. ഇപ്പോൾ മൂവീസ് ഞാൻ കാണിച്ചു തരാം. ഇത് മലയാളം മൂവീസ് ഉണ്ടോ, തണ്ണീർമത്തൻ ദിനങ്ങൾ, പൂഴിക്കടകൻ, 5-ാം പാതിര, ഫൈനൽസ്, തമാശ, ഒരുപാട് മലയാളം മൂവീസ്. ലൂക്കയുണ്ട്, ലൂക്കൊന്നും കണ്ടില്ല, മിക്കവാറും ഇന്നിരുന്ന് കാണില്ല. കോഴിപ്പോരുണ്ട്. അതുപോലെ സ്വൈപ്പ് ചെയ്യാൻ നമുക്കിവിടെ തമിഴ് മൂവീസ് ഉണ്ട്. തമിഴ് മൂവീസ് നമുക്കിവിടെ കിട്ടാറുണ്ട്. പിന്നെ കുറച്ചും കൂടെ സ്വൈപ്പ് കഴിഞ്ഞ് ഇവിടെ തമിഴവിടെ കൂടുതൽ, തെലുങ്കും ഉണ്ട്. തെലുങ്കും ഉണ്ട് ഇവിടെ. വൗ, ഇന്ത്യക്കാർക്കൊക്കെ നല്ല വാല്യൂ ഉണ്ട് കേട്ടോ എല്ലായിടത്തും. ബാക്കിൽ പോയി കഴിഞ്ഞാൽ, ഹോം ബട്ടിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ബോളിവുഡ് മൂവീസ് വേണ്ട ഒരു കോളം തന്നെ ഉണ്ട് കണ്ടോ. പാകിസ്ഥാനി മൂവീസ്, ക്ലാസിക് മൂവി, ഇന്ത്യൻ റീജിയണൽ മൂവീസ് ഒന്ന് കിട്ടും. ബോളിവുഡ് മൂവീസ് എടുത്ത് അത് നമുക്ക് അവൈലബിൾ ആണ്. ഹിന്ദി മൂവീസ് അവൈലബിൾ ആണ്. കാണാത്ത മൂവീസൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് കാണാം. അതുപോലെ ഇതിൻ്റെ ക്യാമറ വ്യൂ ആണ്. ഈ ഒരു ഫ്ലൈറ്റിന് ഇരുമ്പോൾ ലൈവ് വ്യൂ ആണ്. വെച്ചാൽ ഫ്ലൈറ്റിന് ചിറകിൻ്റെ മുകളിലൊരു ക്യാമറയാണ് നമ്മൾ ഈ ഒരു വിഷ്വൽ കാണുന്നത്. ഞാൻ ജസ്റ്റ് മാറ്റിത്തരാം. ഇത് നേരെ താഴത്തെയാണ് വെച്ചാൽ. പക്ഷേ ഇത് നമ്മളിപ്പോൾ താഴെ ആ വണ്ടീൻ്റെ ഇത് കാണുന്നില്ലല്ലോ, കാരണം പൊങ്ങിയിട്ടില്ല. പൊങ്ങിയാൽ മാത്രമേ താഴത്തെ വിഷ്വൽ കാണും കേട്ടോ. ഇപ്പോൾ അവരെനിക്ക് ഉണക്കുന്ന സാനിറ്റൈസറാണ്. എമിറേറ്റ്സിൻ്റെ ട്യൂബിലാണ്, മറ്റേ ഷാമ്പൂവിൻ്റെ പാക്കറ്റ് ഇവിടില്ല, ആണ് ഈ സാനിറ്റൈസർ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 പാക്കറ്റ് മാസ്ക് തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് കേട്ടോ. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, സേവ് ചെയ്തൊക്കെ നമ്മൾ ഇത്ര ഉപയോഗിക്കാമല്ലോ. പിന്നെ അതുപോലെ നമുക്കിത് ഹെഡ്ഫോൺസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തരുന്നത് കേട്ടോ. ഒരുവിധം എല്ലാ ഫ്ലൈറ്റിലും കിട്ടുന്നുണ്ട്, എമിറേറ്റ്സിലുണ്ട്. നമുക്കിത് പൊക്കിയിട്ട് പോകാനൊന്നും പറ്റില്ല, കാരണം ഇതിൻ്റെ പിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. 2 ടൈപ്പ് പിന്നായിട്ട് വരും. അത് വെച്ചാൽ മാത്രമേ നമുക്കിത് കേൾക്കാൻ പറ്റും. ഫ്ലൈറ്റിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർ ഇതൊക്കെ ഭയങ്കര ഇവരെന്താ വലിയ ആളെ പോലെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിമാനയാത്ര നടത്താതെ ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കാണ് ഈ ഒരു കാര്യങ്ങളും കാണിക്കുന്നത് കേട്ടോ.
ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല മഴയാണല്ലോ പുറത്ത്, അതുകൊണ്ട് തന്നെ മൊത്തം എന്താ പറയുക മേഘം കൂടെ നിറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുപോകുന്ന ഈ ഡിസ്പ്ലേ ഇല്ലേ, നിങ്ങൾ കണ്ടുപോകുന്ന ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് മാത്രം പുറകിലുള്ള ക്യാമറയാണ്. മൊത്തം മങ്ങി ഇടയ്ക്കിങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ പുറത്ത് നോക്കിയാൽ ഒന്നും കാണുന്നില്ല, മൊത്തം മങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇത് മഴയാണ്, മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്, ഒന്നും കാണുന്നില്ല. ഓക്കെ, നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലില്ലേ, പക്ഷെ വിൻഷീൽഡ് ഇങ്ങനെ വരണം, എന്നാൽ മാത്രം ക്ലിയർ ഉണ്ട്. വിൻഷീൽഡ് ഇല്ലാത്തതാണ്, വിമാനം വ്യക്തമില്ലാത്ത രീതി കാണുന്നുണ്ടോ. വേറെ കാര്യം, എനിക്ക് പുറകിലൊരു സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾ അത് ആക്ച്വലി ബിസിനസ് ക്ലാസ്സിലേക്കുള്ള സ്റ്റെപ്പാണ്. ഇത് 2 നിലയായിട്ടാണ് ഫ്ലൈറ്റ് വരുന്നത്, മുകളിലും താഴെയിൽ ഇക്കണോമി വെച്ചാൽ ഇതേപോലെ നമുക്കിരിക്കാം. ബിസിനസ് ക്ലാസ് ആകുമ്പോൾ സെപ്പറേറ്റ് റൂം പോലെയാണ്. ഒരു പോർഷൻ ഒരാൾ മാത്രമേ ഉണ്ടാവും, അത് മുകളിലാണ്. പിന്നെ നല്ല എക്സ്പെൻസീവാണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു 30,000 രൂപയാണ് ഞാൻ ടിക്കറ്റിന് കൊടുത്തത്. 6.5 മണിക്കൂറാണ് ഫ്ലൈ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 7 മണിക്കൂർ പറയുന്നില്ല, 6.5 മണിക്കൂറാണ് ഫ്ലൈ വരുന്നത്. 30,000 രൂപയാണ് ടിക്കറ്റെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് വരും കേട്ടോ. പിന്നെ ചില സമയത്ത് ചില ലക്കി കേസിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില നമുക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഈ ഒരു അപ്ഗ്രേഡിനൊക്കെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊറോണയുടെ സമയമായതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടർബുലൻസാണ്. കുണ്ടിൽ വീഴുന്നതുപോലെ ഇങ്ങനെ ചെറുക്കി കാണുന്നുണ്ട്. എല്ലാവരും യാതൊക്കെ മൂവിയൊക്കെ നിർത്തി കണ്ടോ ഒരുങ്ങുന്നുണ്ടോ. ഇവർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, ഹൈറ്റ് കുറക്കും, എന്നിട്ട് ഹൈറ്റ് കൂട്ടോ കുറക്കോ ചെയ്തിട്ട് ഇവർ കൺട്രോൾ ചെയ്യും. വലിയ ഫ്ലൈറ്റാണ് കാരണം നിങ്ങൾ ആൾക്കാരൊക്കെ സെറ്റാക്കിയിരിക്കുന്നുണ്ടോ. നല്ല ഷെയ്ക്കാണ്, നല്ല ഷെയ്ക്ക് കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പേടിക്കൊന്നും വേണ്ട. 1, 2, 3, 4, 5 എഞ്ചിനുണ്ട് ഈ ഒരു വണ്ടിയിൽ. ഇനിയിപ്പോൾ ഒരു 5 കത്തിപ്പോയാലും ബാക്കി 4 കൂടി വരുന്നതിന് താഴെ ഇറക്കും, അത് വേറെ കാര്യം. ഞാൻ അഥവാ അടിച്ച് മരിച്ചാലും പേടിക്കണ്ട, എമിറേറ്റ്സ് അല്ലേ, എന്തായാലും വീട്ടുകാർക്ക് നല്ല പൈസ ആയിരിക്കും. മരിക്കുമ്പോൾ ഇങ്ങനെ മരിക്കണം, ഇങ്ങനെ ഫുള്ള് ഇതേപോലെയൊക്കെ ആയി മരിക്കുമ്പോൾ വീട്ടുകാർക്ക് ഒരു മെച്ചമുണ്ടോ. നിങ്ങളാണോ ക്യാമറ ഷെയ്ക്കാവുന്നല്ലോ കേട്ടോ, ഫ്ലൈറ്റ് ഷെയ്ക്കാവുന്നതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ലാൻഡ് കളിക്കുന്നതാണ്. നല്ല ടർബുലൻസാണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ചായി. വീഗാലാൻഡിൽ പോയാലുണ്ട് കേട്ടോ, വീഗാലാൻഡിൽ പോയാലുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് അവർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ആറ്റിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് കുറക്കും. ഹൈറ്റ് പെട്ടെന്ന് കുറക്കുമ്പോൾ ഒരു എടുപ്പാണ്. ഓരോ കുട്ടിയുടെ എത്തി നോക്കുന്നുണ്ട്. എല്ലാവരും മുഖം എനിക്കൊന്ന് കാണണമായിരുന്നു. യെസ്, ആൾക്കാരൊക്കെ പേടിക്കാൻ തുടങ്ങി. ഒരു ഫേസ് കണ്ടാൽ അറിയാം, എല്ലാവരും പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് ഇതിന് കൺട്രോൾ കൂടും. വെച്ചാൽ ചെറിയ ഫ്ലൈറ്റിനേക്കാളും കൂടുതൽ കൺട്രോളേക്കും വലുതിനുണ്ട്. എത്ര വലിയ ടർബുലൻസും താങ്ങാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഫ്ലൈറ്റിലുണ്ടാവും. ഇപ്പം ഓട്ടോ പൈലറ്റിൽ ഒഴിവാക്കിയിട്ട് ഈ സമയത്ത് മാനുവൽ ഇട്ടിട്ട് അവർ ഫ്ലൈ ചെയ്യാൻ നിൽക്കും. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. സ്പീഡ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാം. ഫ്ലൈറ്റ് ഇപ്പം പോകുന്നത് എത്രയാണ് ഇതിൻ്റെ സ്പീഡ് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. നോക്കിയിട്ടേ പറഞ്ഞത് 545 മീറ്റർ/അവർ ആണ്. പിന്നെ ഗ്രൗണ്ട് സ്പീഡല്ല, എയർ സ്പീഡാണ്. ഇപ്പം നമ്മൾ 504 മൈൽസ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരുപാട് മൈൽസ് നമുക്കിനി പോകാനുണ്ട്. കറക്റ്റായിട്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ആ ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞെങ്കിൽ എന്ന് കാണുന്നില്ല. ഇപ്പോൾ ആംസ്റ്റർഡാമൊക്കെ കഴിഞ്ഞു, ഒരു കാൽറിഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബെർലിനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും എന്തൊക്കെയാണെന്ന്. ഇതാണിപ്പോൾ ഫ്ലൈറ്റിൻ്റെ സ്റ്റേഷൻ. വീഗാലാൻഡിൽ പോകുന്നല്ലേ, അതിപ്പോൾ മേലെ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ടർബുലൻസൊക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും. ഫുള്ളും എല്ലാം താക്കിട്ടം മറിഞ്ഞ് കിടക്കുന്ന സംഭവം കാണാൻ പറ്റും കേട്ടോ. എന്തൊക്കെയാണ് സംഭവം. എന്തൊക്കെയോ പുറകെ വീണ്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, എന്തോ വീണ്ടുണ്ട് പുറകെ സൗണ്ടൊക്കെ കേൾക്കാം. മ്യൂണിച്ചിൻ്റെ മുകളിലെത്താണ് ഇപ്പം. സാധനം ക്ലിയറായി, ടർബുലൻസൊക്കെ പോയി, അപ്പം നല്ല സ്മൂത്തായിട്ട് പോകുന്നത്. പക്ഷെ എന്നാൽ കൂടി
ആ കാണുന്ന സീറ്റ് ബെൽറ്റിൻ്റെ സൈനാണ്. അത് ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. ചെറുങ്ങനെ ഇനിയും വരാൻ ചാൻസ് ഉള്ളവരുണ്ട്. ഓക്കെ, പക്ഷേ ആൾക്കാരൊക്കെ നോർമലായിട്ട് ടി വി ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത്ര സമയം കാത്തിരുന്ന നമ്മുടെ സ്വന്തം ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് ചിക്കൻ കറിയും റൈസുമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സലാഡുണ്ട്. എന്താ പറയുക, ഈ ബീൻസൊക്കെ കൂട്ടിയിട്ട് അല്ലേ, ചേനയൊക്കെ കൂട്ടിയിട്ട്. അതുപോലെ ഇവിടെ ഐസ്ക്രീമാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഐസ്ക്രീമാണ്. ഐസ്ക്രീമും ചെറിയ കേക്കൊക്കെയാണ്, ഡെസേർട്ടൊക്കെ പോലെ. പിന്നെ നമുക്കതുപോലെ വെള്ളമുണ്ട് ഇവിടെ, സാധാരണ ഒരു വാട്ടറുണ്ട്. പിന്നെ ബന്ന്, എല്ലാ ഫ്ലൈറ്റിങ്ങളും ബന്നൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റ്സ് ഉണ്ട്, ചീസ് ഉണ്ട്. ഇതൊക്കെ ചീസാണിത്. ഓക്കെ, ഞാനത് കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് പറയാം. ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി ഏതെല്ലാം ആസ് യൂഷ്വൽ കിടന്ന് ഉറങ്ങണം. ഇനിയൊരു 4 മണിക്കൂർ കൂടി ഉണ്ട് ഫ്ലൈറ്റ്. അപ്പം എന്നാൽ ശരിയാവില്ല. രാവിലെ 6 മണിക്കാണ് അവിടെ എത്തുന്നത്. 6 മണിക്കാണ് ദുബായ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഇവിടെ ബെഡ്ഷീറ്റൊക്കെ വെച്ചു, സെറ്റായി, സാധനങ്ങളൊക്കെ മാറ്റി, ഫുഡൊക്കെ കഴിച്ചു. അവർ വീഴ്ച കൊണ്ടപ്പോൾ ദിൽത്തോ പാകൽ സിനിമ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു. പകുതി കിട്ടും, ബാക്കി യൂട്യൂബൊക്കെ കയറി കണ്ടോളാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നമുക്ക് നാളെ രാവിലെ ദുബായ് എത്തിയിട്ട് കാണാം. യെസ്, ഇനി ഒരു 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് ഇപ്പം ഹൈറ്റ് കുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഹൈറ്റിലായിരുന്നല്ലോ, ഹൈറ്റ് കുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ ഏകദേശം ഒരു 2 മാസത്തിന് ശേഷം, 2-2.5 മാസത്തിന് ശേഷം ബാക്ക് ടു ദുബായ്. സോ ഹാപ്പി. നല്ല രീതിയിൽ കിടന്നുറങ്ങി, കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. ഉറക്കത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നുണ്ടായിരുന്നു. കാരണം ഓഫ്കോഴ്സ് ഈ കിടക്കുമ്പോൾ എന്താ പറയുക, ചുമ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കി പുറത്ത് നിങ്ങൾ കണ്ടു. നല്ല ഈ സൈഡ് നല്ല വെയിലാണ്. ഏകദേശം എന്താ പറയുക, ഒരു 40 മിനിറ്റ്സ് കൊണ്ട് എന്തായാലും നമ്മൾ ലാൻഡ് ചെയ്യും. അപ്പോൾ ഏതായാലും കാണാം. ബാക്ക് ടു ദുബായ്. ഓ, എന്താ ഒരു സുഖം. സ്വന്തം പുറക്കത്ത് വരുന്നുണ്ട്. ഇവിടെ ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് പേടിയൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ വിസയും അതാണ്. രണ്ടാമത് എനിക്ക് ഇവിടെ ലൈസൻസ് ഉണ്ട്, മീഡിയ ലൈസൻസ് ഉണ്ട്. പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്ലൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി അവർ. എല്ലാ കാര്യങ്ങളും ഫുഡ് ആയിക്കോട്ടെ. രാവിലെ ഒരു സാൻഡ്വിച്ച് കിട്ടി, അത് ഞാൻ കഴിച്ചു. നല്ല സ്വീറ്റാണ് അതിലുണ്ടായിരുന്നത്, അത് കഴിക്കാൻ പറ്റി. പിന്നെ പുറത്ത് വരുമ്പോഴൊക്കെ എല്ലാവരും ബായ് ബൈ ഒക്കെ പറഞ്ഞു. നല്ല രീതിയിൽ നല്ലതില്ല കേട്ടോ അവർ പ്രൊവിഷനത്. ടോട്ടലി സൂപ്പർ. മലയാളീസ് രാത്രി വരെ നിൽക്കാൻ പറയുന്നത് നിങ്ങളെ. ഇന്നലെ രാത്രി ഞങ്ങൾ ആ ഫ്ലൈറ്റ് മാറി. അതിൽ എത്ര മണിക്കാണ്? 2:30 7:35. രാവിലത്തെ നിങ്ങളെ കണിയാണെന്ന്. നല്ല ദിവസമായിരിക്കട്ടെ. ഓ ആയിക്കോട്ടെ. എന്താ പരിപാടി ഇവിടെ? ഫയറിൽ വർക്ക് ചെയ്യാം. എവിടെ? നാട്ടിലെവിടെ? കാസർഗോഡ്. ചെറുപത്തൂർ. അടുത്ത കാണിക്കണോ? ആ കാണിച്ചോളാം. ഹായ് ബ്രോസ്. എന്താ പേരെന്താ? അബ്ദുള്ള. നാട്ടിലെവിടെ? കാസർഗോഡ് KL14. ദുബായ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം മലയാളികളല്ലേ. അതാണ് അവിടെയൊക്കെ മലയാളികൾ കിട്ടിയത്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ബാഗേജ് എടുക്കാൻ വന്നിട്ടുണ്ട്. വലിയൊരു ബാഗുണ്ട് ഇവിടെ എടുക്കാൻ വന്നിട്ടുണ്ട്. എന്താ പറയുക, അവിടെ ഇമിഗ്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ റെസിഡൻസ് വിസയുള്ളവരൊക്കെ ഭയങ്കര കൂളാണ്. ഏതെങ്കിലും ബാഗേജ് എടുത്തിട്ട് പുറത്തേക്ക് പോകണം. 2 hours later. സംഭവം ഞാനിപ്പോൾ എൻ്റെ റൂമിലെത്തി. എയർപോർട്ടിൽ ഭയങ്കര ഒരു സീൻ നടന്നു. സീൻ വെച്ചാൽ ഭയങ്കര സീന്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് തന്നെ പൊക്കിയിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂർ നേരം അവരെന്നെ അഴിച്ച് പരിശോധിച്ചു. റീസൺ ഇത്രയേ ഉള്ളൂ. ഞാൻ താഴെ എത്തും, ഞങ്ങൾ മലയാളീസിനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ലഗേജിൻ്റെ അടുത്ത് എത്തിയിട്ട് എൻ്റെ ലഗേജ് വരുന്നില്ല. ഞാൻ ലഗേജ് കൗണ്ടറിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ കൂടെ പോയി. പെട്ടെന്ന് ലഗേജ് വന്നു. ഞാൻ പോയി എടുക്കുമ്പോഴേ പോലീസുകാരനെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഗ്രീൻ ചാനൽ വഴി പുറത്തിറങ്ങുമ്പം അവരെന്നോട് നിന്ന് വിളിച്ചു കൊണ്ടുപോയി പിന്നെ കംപ്ലീറ്റ് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ അവർ മാന്യമായിട്ട് പെരുമാറിയത്. അപ്പോൾ എൻ്റെ ബാഗിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ആക്ച്വലി
നിങ്ങളൊരു ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ കഞ്ചാവിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് കുറച്ച് ബാക്കോട്ട് പോകും എന്താ നടന്നതെന്നുള്ളത്. നോർത്തേൺ അയർലൻഡിൽ ബെൽഫാസ്റ്റിൽ ഞാൻ റോഷൻ ബ്രോയും കൂടിയിട്ട് ഞങ്ങൾ നൈറ്റ് ലൈഫ് കാണാൻ പോയി. കാരണം UK കംപ്ലീറ്റ് ക്ലോസ് ആണ്, ബെൽഫാസ്റ്റിൽ മാത്രമാണ് അവർ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പം ബെൽഫാസ്റ്റിൽ പോയിട്ട് അവിടെ ഒരു പബ്ബിൽ പോയി ഞങ്ങൾ അവിടെ DJ പാർട്ടീസൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ക്രൗഡായിരുന്നു, കാരണം കുറേ കാലത്തിന് ശേഷം ഓപ്പൺ ആയത്. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നു, ഞാൻ റെഡ് ബുള്ളൊക്കെ കുടിച്ചു, അങ്ങനെ ഇരുന്നു, DJ ഒക്കെ എൻജോയ് ചെയ്തു. ഒരു മണിയാകുമ്പോഴേക്കും തിരിച്ച് പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അവിടെ അറിയാലോ, പബ്ബിൽ പോയ തീർച്ചയായിട്ടും ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് എൻ്റെ പ്രൊഫൈലൊക്കെ കാണിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ഇതായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അവർ വെള്ളടിച്ച് ഫുൾ പൂക്കുരിയായിട്ടുള്ളത്, അത് വേറെ കാര്യം. ഫോട്ടോസൊക്കെ എടുത്ത് അവർ എനിക്കൊരു സാധനം തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഗിഫ്റ്റാന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ആംസ്റ്റർഡാമിൻ്റെ ഒരു പിക്കൊക്കെ വരച്ച ഒരു ഗണപതിയുടെ ഇതൊക്കെയുള്ളൊരു സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെ. അവർ പറഞ്ഞു വി ലവ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് തന്നു. ഞങ്ങളിതൊക്കെ കിടക്കട്ടെ, സുവനീർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കും. അവൻ അങ്ങനെ കിട്ടുന്ന സുവനീറല്ല എന്ന് കരുതിയിട്ട് ഞാനത് വാങ്ങി റൂമിൽ കൊണ്ടുപോയി എൻ്റെ ബാഗിൽ വെച്ചു. ഈ ബാഗിൽ ഒരുപാട് സുവനീർസ് ഇട്ടൊരു ബാഗ് ഉണ്ട്, ഞാൻ കാണിച്ചിടാം. ഇത് ആക്ച്വലി സുവനീർസാണ് മൊത്തം ബാഗിലുള്ളത്. ഇതിൽ മുഴുവനും ഉണ്ടോ സുവനീർസാണ്, ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയ സുവനീർസിലാണ് മുഴുവനുള്ളത്. അപ്പോൾ ഞാൻ ഈ ബാഗ് ഞാൻ ഇട്ട് വെച്ചു. ഈ ബാഗിലിട്ട് വെച്ച് എനിക്ക് സംഭവം എന്തെന്ന് അറിയില്ല. എന്താണ് ഞാൻ കരുതിയത് എന്തെങ്കിലും അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനമൊക്കെ ആയിരിക്കും. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എന്ത് സാധനം എന്താ പറയുക, ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ക്രഷർ എന്ന് പറയും. കഞ്ചാവ് ചെടിയായിട്ടല്ല വരുന്നത്. ആ ചെടി ചെറിയൊരു ക്രഷറാണ്, മിക്സി പോലത്തെ ചെറിയൊരു സാധനം. അതിലിട്ടിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ അത് പൊടിയായി താഴേക്ക് വരും. അങ്ങനെയാണ് ഇവർ പൊടിയായിട്ട് വലിക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയില്ല. ഇവർ എയർപോർട്ടിൽ നിന്ന് എൻ്റെ ലഗേജ് ഇവർ സ്കാനിങ്ങിൽ മനസ്സിലാക്കണം, ഇത്ര വലിയ ബാഗിൽ ചെറിയൊരു ഡബ്ബ, ആ ഡബ്ബയിൽ 2-3 പൊടിയേ ഉണ്ടായിട്ടുള്ളൂ ഈ ഡബ്ബേൻ്റെ ഉള്ളിൽ. അത് അവർ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചു. അതിനാണ് അവരെന്നെ മാറ്റിയത് എല്ലാം. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായി ഞാനൊരു നിരപരാധിയാണെന്നുള്ളത്. അവരെൻ്റെ ഡ്രസ്സും ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്തു, ഡ്രസ്സിൻ്റെ ഉള്ളിലും സൈഡിലും പോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ പരിശോധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അവിടെ ഷൂസൊക്കെ നോക്കി, എവിടെയില്ല. പക്ഷെ അവരെന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് കാര്യം പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞു. പിന്നെ ബാഗ് നിറയെ ഗിഫ്റ്റാണ്, വലിയ ബാഗാണ്, നിറയെ ഗിഫ്റ്റാണ്. അതൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു 3/4 മണിക്കൂർ നേരം അവർ ബാഗും എല്ലാം പരിശോധിച്ചു, പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു. പിന്നീട് അവരെന്നെ കൂട്ടിക്കൊണ്ടുള്ളിൽ പോകണപ്പോൾ എൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ അഴിപ്പിച്ചു, ഒക്കെ പരിശോധിച്ചു, ബോഡിയൊക്കെ ചെക്ക് ചെയ്തു, പാൻറ്റും ഷൂസും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അപ്പം ഓക്കെ, അവർക്ക് കാര്യം മനസ്സിലായ, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം അവരെ ഓഫീസർ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി സംസാരിച്ചു. വളരെ മാന്യമായിട്ടാണ്, അങ്ങനെ റോങ് ആയിട്ടോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ബഹളങ്ങളൊന്നുമില്ല. അവർ വളരെ മാന്യമായിട്ട് പെരുമാറിയത്. അപ്പോൾ അവരെന്നോട് കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, വലിക്കാറില്ല, എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഇട്ടതാണ്, ഇതാണ് സംഭവം. അവരത് വാങ്ങി കൊണ്ടുപോയി. പക്ഷേ വളരെ ഡീസൻ്റായിട്ട് അവരത് ഹാൻഡിൽ ചെയ്തു. അപ്പം ഞാൻ പൊതുവെ എല്ലാവർക്കും കൊടുക്കുന്നൊരു ഉപദേശമാണ്, നമ്മളെപ്പോഴും ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പരിശോധിക്കണം. ഞാൻ എല്ലാ രാജ്യത്തും, ഏത് രാജ്യത്ത് പോയാലും ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പരിശോധിക്കാറുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ബെൽഫാസ്റ്റിൽ ഒരു 1 വീക്ക് മുമ്പ്, കഴിഞ്ഞ ഫ്രൈഡേ നൈറ്റൊക്കെ ഉണ്ടായത് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടുന്ന് വാങ്ങി ഞാനത് ബാഗിലിട്ടു. ആ സാധനം ഞാൻ മറന്നുപോയി. അതാണ്. അപ്പോൾ എൻ്റെ ഈ സുവനീർസിൻ്റെ ബാഗിലിട്ട് ഞാൻ മറന്നുപോയി. എനിക്ക് സുഖയില്ലാണ്ട് ഒരു 4-5 ദിവസം അതിനെ പുറകെ പോയി ഞാൻ തീരെ മറന്നുപോയി, പെട്ടുപോയേനെ. പക്ഷേങ്കിൽ അവർക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണോ, അവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചെക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉഷാറാട്ടോ. ഒരു തരി പോലും ഇല്ല, ഒരു തരി പൊടി അതിലുള്ളൂ. ആ പൊടി വരെ അവർ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചു. സോ ഹാപ്പി. എല്ലാവരോടും ആരും ദയവ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കെയർ ചെയ്യണം. ഒരു പൊടി കൊണ്ടുവന്നതിന് 1 മണിക്കൂർ അവനെ പിടിച്ചിട്ടു. പക്ഷേ എൻ്റെ സംസാരവും അതുപോലെ അവർക്ക് മനസ്സിലായി, ജെന്യൂനാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലായി. എൻ്റെ ഡ്രസ്സ് മുഴുവൻ പരിശോധിച്ചു, എല്ലാം പരിശോധിച്ചൊന്നും തെറ്റായിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രം അവർ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ നടപടികൾ നേരിട്ട് ഇതിനകത്ത് കിടന്ന് നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റാണ്. എല്ലാവരും നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും കെയർ ചെയ്യണം. കാരണം പിടിക്കും, 100% ഉറപ്പാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരരുത്. ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരരുത്. ഓരോ രാജ്യത്തും പല തരത്തിലുള്ള ശിക്ഷകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും കെയർ ചെയ്യണം. ട്രാവൽ ചെയ്യുന്ന എല്ലാവരും സ്ട്രേഞ്ച് കൺട്രി പോയിട്ട് തിരിച്ച് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കണം. ബാഗ് ചെക്ക് ചെയ്യണം. എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ബോർഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ബാക്ക് ടു ദുബായ്. സോ ഹാപ്പി. ഇനി നമ്മൾ കുറച്ച് ദിവസം കാണാൻ പോകുന്നത് ദുബൈയിലെ കാഴ്ചകളാണ്. പിന്നെ UK-യിലുള്ള അനുഭവങ്ങൾ എങ്ങനെ ഇരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. എങ്ങനെയാണ് UK എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ഒരു വീഡിയോ പറയട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ പ്രാർത്ഥനയാണ്, ഞാൻ വിശ്വസിക്കുന്നതാണ്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ പ്രാർത്ഥനയാണ് അവിടുന്ന് ഊരാൻ അല്ലെങ്കിൽ അവിടുന്ന് ഒരു പ്രശ്നമില്ലാതെ പുറത്തിറങ്ങാൻ എന്നെ സഹായിച്ചത് കേട്ടോ. നന്ദി ഒരുപാട്. നല്ല അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.
വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.